ഇന്ത്യൻ ആയുധപ്പുരയിലേക്ക് ആളില്ലാ യുദ്ധവിമാനം. ഭാവിയിലെ യുദ്ധ ഡ്രോണുകളായി കരുതപ്പെടുന്ന ഓട്ടോണോമസ് ഫ്ലൈയിങ് വിംഗ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്ററിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. സായുധ സേനയ്ക്കായുള്ള സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പരീക്ഷണം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് 123 ഫാക്സിന്റെ ഈ അധ്യായത്തിലൂടെ പരിശോധിക്കാം. DRDO വികസിപ്പിച്ച ഡെമോൺസ്ട്രേറ്റർ വാഹനം കർണാടക ചിത്രദുർഗയിലെ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷിച്ചത്. പൂർണ്ണമായും സ്വയം നിയന്ത്രണ മോഡിൽ പ്രവർത്തിച്ച വാഹനം നിഷ്കർഷിച്ച രീതിയിൽ പറന്നതായാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ. ടേക്ക് ഓഫ്, ഓട്ടോമാറ്റിക് നാവിഗേഷൻ, ലാൻഡിംഗ് എന്നിവയെല്ലാം കൃത്യമായിരുന്നു. ഭാവിയിൽ ആളില്ലാ വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള നിർണായക സാങ്കേതിക വിദ്യകൾ തെളിയിക്കുന്ന കാര്യത്തിൽ ഈ പരീക്ഷണ പറക്കൽ ഒരു പ്രധാന നാഴികക്കല്ലാണ്. അത്തരം തന്ത്രപ്രധാനമായ പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിതെന്നുമാണ് ഇതിന്റെ പരീക്ഷണ പറക്കലിലൂടെ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. ആളില്ലാ വ്യോമവാഹനങ്ങൾ, ഫ്ലൈറ്റ് സിമുലേറ്ററുകൾ, പൈലറ്റില്ലാത്ത ടാർഗറ്റ് എയർക്രാഫ്റ്റ്, ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം, വ്യോമായുധങ്ങൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന DRDOയുടെ ബംഗളൂരു ആസ്ഥാനമായുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഡെമോൺസ്ട്രേറ്റർ വികസിപ്പിച്ചെടുത്തത്. ഡെമോൺസ്ട്രേറ്ററിന്റെ ചിറകിന്റെ ഘടന DRDO ഉദ്യോഗസ്ഥർ പ്രത്യേകം എടുത്തു പറയുന്നു. ഇത് വാലില്ലാത്ത ഫിക്സ്ഡ് വിംഗ് വിമാനത്തെ സൂചിപ്പിക്കുന്നു. പ്രധാന ചിറകുകളിലാണ് പേലോഡും ഇന്ധന ടാങ്കും. പരമ്പരാഗത വിമാനങ്ങളിലേതുപോലെ ഫ്യൂസേജ് അഥവാ പ്രധാന ബോഡി ഘടന ഇതിനില്ല. ഉദ്ദേശിച്ച തരത്തിൽ പ്രാവർത്തികമായാൽ അമേരിക്കൻ ആയുധപ്പുരയിലെ B-2 ബോംബർ പോലെയുള്ള നൂതന ബോംബറുകളുടേതുപോലെ ഉയർന്ന ഇന്ധനക്ഷമതയും ശത്രുക്കളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു സഞ്ചരിക്കാനുള്ള കഴിവും ഉള്ളതാവും ഈ വാഹനമെന്നാണ് DRDO ശാസ്ത്രജ്ഞർ പറയുന്നത്. ഫ്ലൈയിങ് വിംഗ് മാതൃകയിലുള്ള വിമാനത്തിന് ഒരു പ്രധാന പ്രവർത്തന നേട്ടമുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതിന് കുറഞ്ഞ പ്രതിഫലന ക്രോസ് സെക്ഷനുകൾ ഉള്ളതിനാൽ കുറഞ്ഞ റഡാർ സിഗ്നേച്ചർ ഇതൊരു സ്റ്റെൽത്ത് യന്ത്രമാക്കി മാറ്റുന്നു. ഈ ആകൃതി കാരണം വിമാനത്തിന് വായു പ്രതിരോധം വളരെ കുറവാണ്. വിമാനത്തിന്റെ അടിസ്ഥാന മെക്കാനിക്കൽ ഘടനയായ എയർ ഫ്രെയിം, ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഉപയോഗിക്കുന്ന ലാൻഡിംഗ് ഗിയർ സംവിധാനമായ അണ്ടർ ഗ്യാരേജ്, ഏവിയോണിക് സംവിധാനങ്ങൾ എന്നിവയ്ക്കൊപ്പം ഫ്ലൈറ്റ് കൺട്രോൾ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. എയർ ബ്രീത്തിംഗ് രീതിയിലുള്ള ജെറ്റ് എഞ്ചിനായ ചെറിയ ടെർബോഫാൻ എഞ്ചിനാണ് വാഹനത്തിന് കരുത്തേകുന്നത്. ഭാവിയിലെ യുദ്ധ ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിനായി മറ്റ് സാങ്കേതിക വിദ്യകൾ പരിശോധിക്കാൻ ഈ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമെന്ന് DRDO ശാസ്ത്രജ്ഞർ പറഞ്ഞു. വാഹനത്തിന്റെ വലിപ്പത്തിന്റെയും ശേഷിയുടെയും കാര്യത്തിൽ ഇനിയും പരീക്ഷണങ്ങൾ നടത്തും. പ്രധാനമായും വ്യോമസേനയ്ക്ക് വേണ്ടി DRDO വികസിപ്പിക്കുന്ന ഓട്ടോണമസ് സ്റ്റെൽത്ത് അൺമാൻഡ് കോമ്പാക്ട് എയർ വെഹിക്കിളിന്റെ മുൻഗാമിയാണ് ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്ന ഓട്ടോണമസ് ഫ്ലൈയിങ് വിംഗ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ. നാവികസേനയ്ക്കായി കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പതിപ്പും പരീക്ഷണഘട്ടത്തിലാണെന്ന് പറയപ്പെടുന്നു. മിസൈലുകളും നിർദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായി പതിക്കുന്ന ആയുധങ്ങൾ വിക്ഷേപിക്കാനും ഈ വാഹനത്തിന് കഴിയും. നിശാന്ത്, റുസ്തം, തപസ്, ലക്ഷ്യ എന്നിങ്ങനെ വ്യത്യസ്ത ഡ്രോണുകൾ DRDO നേരത്തെ വികസിപ്പിച്ചിട്ടുണ്ട്. ശത്രു ആക്രമണങ്ങളെ നിർവീര്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ആന്റി ഡ്രോൺ സാങ്കേതികവിദ്യ കഴിഞ്ഞ വർഷം ജൂലൈയിൽ DRDO അവതരിപ്പിച്ചിരുന്നു. ഡിറ്റക്ഷൻ, സോഫ്റ്റ് കിൽ, അതായത് ഡ്രോണുകളുടെ ആശയവിനിമയ ലിങ്കുകൾ തടസ്സപ്പെടുത്തൽ, ഹാർഡ് കിൽ എന്നുവച്ചാൽ എതിരാളി ഡ്രോണുകളെ നിർവീര്യമാക്കുന്നതിന് ലേസർ അധിഷ്ഠിത സംവിധാനം എന്നിവയുൾപ്പെടെയുള്ള കൗണ്ടർ അറ്റാക്ക് കഴിവും ഇതിനുണ്ട്. ആയുധപ്പുരയിൽ സ്റ്റെൽത്ത് കോമ്പാക്ട് ഡ്രോണുകൾ ഉണ്ടായിരിക്കേണ്ടതിന്റെ തന്ത്രപരമായ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതാണ് ഇന്ത്യയിലും വിദേശത്തുമായി സമീപകാലത്ത് നടന്ന നിരവധി സംഭവങ്ങൾ. തദ്ദേശീയമായി വികസിപ്പിച്ചതും ഇറക്കുമതി ചെയ്തതുമായ ഡ്രോണുകൾ ഇന്ത്യയിൽ സായുധ സേന നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. പൂർണ്ണമായും സ്വദേശിയുമായി നിർമ്മിച്ച സ്റ്റെൽത്ത് കോമ്പാക്ട് മെഷീൻ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് വിദഗ്ധർ പറയുന്നു. പുതിയ UCAVക്ക് ഘാതക് അല്ലെങ്കിൽ ഓട്ടോണമസ് അൺമാൻഡ് റിസർച്ച് എയർക്രാഫ്റ്റ് എന്ന് പേരിടുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ DRDO ഈ കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല.